ബാധയെ ഒഴിപ്പിക്കാൻ പോയിട്ട് പണിപാളിയ കാരണം നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഗതിയായി സാനിക്കും ക്രിസ്ത്യനും. അപ്പോൾ ഒരു സുഹൃത്തിന്റെ സഹായത്താൽ കാട്ടിൽ വസിക്കുന്ന കോമൻ എന്ന സിദ്ധനോട് സഹായം ചോദിക്കാൻ പോകുന്ന ഒരു രംഗം നമുക്ക് കണ്ടു നോക്കാം. എടാ സോമേട്ടൻ പറഞ്ഞ വഴി തന്നെയാണോ? ഇവിടെ ഒരു മടിയുണ്ട് എന്നാണ് സോമാട്ടൻ പറഞ്ഞത്. ഞാൻ നോക്കിയാട്ടെ. പോയക്കുട്ടി, സോമാട്ടൻ പറഞ്ഞ സ്ഥലം തന്നെയാ തോന്നുക. വലിയ കുയ്യും പാതാളം കാണുന്നുണ്ട്. മനുഷ്യന്മാരേക്കോ ഐറ്റിങ് ഒന്നും മനുഷ്യ കണക്കപ്പെടുന്ന ഐറ്റിങ് ഒന്നും അല്ല തോന്നുന്നു. ഇവിടെ വന്ന് നിൽക്കുക. സാധ്യമല്ല. എല്ലാം കാണാൻ അതിന്റെ അതൊരുമാതിരി മറ്റടുത്ത അവസ്ഥാന. പിന്നെ ഈ കാടും മലയിലും കാണുന്നിട്ട് എന്തിനാ വന്നിനി ഇനി പോടെ വിട്ട മോന്ത കാണാനാ. ചെയ്യൂലെങ്കിൽ പോയി മാന്യന്മാരെ പോലെ പണിയെടുത്ത് ജീവിക്കളാ. എടാ കോഴിക്കുട്ടി, കോഴിക്കുട്ടി, കൂമ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കൂമ. ഒരു ബാധ ഏൽപ്പിക്കാൻ പോയാൽ പിന്നെ തുടങ്ങിയതാ. 2 ദിവസം പനി പിടിച്ചിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കടന്നു. മരുന്ന് മേടിക്കാൻ പോലും പൈസ ഇല്ല. സത്യം പറയാല കഷ്ടപ്പാടാ. നിങ്ങളെ ഞാൻ സഹായിക്കാം. ഒരേ ഒരു വഴി. ഇന്ന് കർക്കിടകം 19, ഇനി വരുന്ന 10 ദിവസം, അമാവാസിക്ക് മുന്നിലെ വരുന്ന 10 നാൾ, ആ നാളിനുള്ളിൽ ആ പെൺകുട്ടിയുടെ മനസ്സ് നിങ്ങൾക്ക് മാറ്റാൻ കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും. ഞാൻ എന്താ ചെയ്യേണ്ടത് കൂമ? ഒരേ ഒരു വഴി. സ്ത്രീയാണെങ്കിൽ വശീകരണം, പുരുഷനാണെങ്കിൽ ഹിംസ.